ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഷെഫ് നിബു ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടുക്കാച്ച് ഗ്രീൻ പീസ് കറി റെസിപ്പി കേട്ടോ. രാവിലെ 5 മിനിറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടുക്കാച്ച് കറി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ച് കറി തന്നെ കേട്ടോ. ഇവൻ്റെ കൂടെ നല്ല ചൂടപ്പവും ഇതുപോലെ നടുക്കങ്ങ് ഒഴിച്ചു കൊടുത്തൊരു പിടുത്തം പിടിച്ചാൽ എൻ്റെ ചങ്ങാതിമാരെ കിളി പറക്കും. കിളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, ആദ്യം തന്നെ നല്ല സ്റ്റൈലായിട്ടങ്ങ് തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ചതിന് ശേഷം അടുത്തത് ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ നല്ല സ്റ്റൈലായിട്ട് കറക്കി ഒഴിക്കുക എൻ്റെ ചങ്ങാതിമാരെ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം അടുത്ത കലാപരിപാടിയെ നീളത്തിലരിഞ്ഞ് ഇഞ്ചി എടുത്തൊരു മറിക്കുക. അവനെങ്ങനെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ശേഷം ഇവനൊന്ന് ലെവലായി വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇതുപോലെ കറക്കി ഇങ്ങ് റോസ്റ്റാക്കുക കേട്ടോ. ഈ സംഭവമൊക്കെ ഒന്ന് ലെവലായി വരുന്ന സമയത്ത് നമുക്ക് സവോള നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സാധനം എടുത്തത് ഇതിലേക്കൊരു മറിക്കാം. എന്നിട്ട് അവനെയും ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വാരി വിതറാനും ഒരു കാരണവശാലും മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കറി ഏതാണെന്ന് ഇതിനടി കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അങ്ങ് തകർത്ത് പൊളിക്കും. അതുപോലെ തന്നെ റെസിപ്പി ഉണ്ടെങ്കിൽ അങ്ങ് ഷെയർ ചെയ്തതിൻ്റെ ചങ്ങാതിമാരെ. നേരെ ഇതിലേക്ക് മസാലപ്പൊടിയായ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഇതുപോലെ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. കാരണം ആ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ്. അപ്പോൾ സവോള ലൈറ്റ് കളറിലാവണം, ശേഷം മാത്രമേ ഇടാവുള്ളൂ. എന്നിട്ട് ക്യാരറ്റും പൊട്ടറ്റോയും പച്ചമുളക് കീറിയതും ക്യാരറ്റും പൊട്ടറ്റോയും ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ് ഇതിലിട്ട് ലൈറ്റായിട്ട് ആ മസാലയിലിട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക. അവനൊന്ന് ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നല്ല കറക്കി നല്ല സ്റ്റൈലായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കണ്ടോ. വെള്ളം ഒഴിച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് ഉപ്പ് വാരി വിതറുക. ഉപ്പ് വാരി വിതറിയ ശേഷം അവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക കണ്ടോ. ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്ത് അവനങ്ങ് തിളയ്ക്കാൻ വെക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മിക്സി ജാറെടുക്കുക. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ചിരണ്ടി എടുത്ത് തേങ്ങ എടുത്ത് ഒരു മറിക്കിയ ശേഷം അതിലേക്ക് ജീരകം കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം ഇവനെ നല്ല പേസ്റ്റാക്കി എടുക്കുക. ഇതുപോലെ അപ്പോഴേക്ക് നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോയും എല്ലാം വെന്ത് മസാലയൊക്കെ ഒരു പരുവത്തിലാക്കി ഈ സാധനം റെഡി ആയിക്കുക. എന്നിട്ട് നമ്മളിത് വെന്തിരിക്കുന്ന ഗ്രീൻ പീസ് എടുത്തൊരു മറിക്കുക കേട്ടോ. ഞാനിതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തു. അതാകുമ്പോൾ ഓൾറെഡി കുക്ക്ഡാണ്. നമുക്ക് നല്ലവണ്ണം ഐസൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല സെറ്റാക്കിയ ശേഷം ഇതിലേക്കൊരു മറിക്കുക. മറിച്ച ശേഷം അതിലിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും സൂപ്പർ. പക്ഷേ ഇച്ചിരി സമയമെടുക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി നടക്കും. ഇതുപോലെ തിളപ്പിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല എടുത്ത് ഒരു മറിച്ച ശേഷം അതും ഇട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് കറക്കിയ ശേഷം നമ്മുടെ അരപ്പ് റെഡിയായിരിക്കുകയാണ്. ഈ അരപ്പെടുത്ത് ഇതിലേക്കൊരു മറിക്കുക. എന്നിട്ട് ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാം കണ്ടോ. ഈ സാധനം അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ എൻ്റെ ചങ്ങാതിമാരെ വരുന്നത് കേട്ടോ. സംഭവം വേറെ ലെവൽ ടേസ്റ്റാണ് സാധനം. എന്നിട്ട് അടുത്ത പരിപാടിയാണ് ഇതിന് മുകളിലേക്ക് ഇച്ചിരി താളിപ്പിടണ്ടേ. അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ശേഷം കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കുക. ചെറുള്ളി നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക. അവനൊന്ന് ലൈറ്റ് കളറായി വരുമ്പോഴേക്ക് അതിലേക്ക് വത്തലമുളകും കരിവേപ്പിലയും കൂടെ ഇട്ട ശേഷം അവനെയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് പാകത്തിലായി വരുമ്പോഴേക്ക് അതിലേക്ക് ലേശം കാശ്മീരി ചില്ലി പൗഡർ അല്ല സാധാ ചില്ലി പൗഡർ ഏതായാലും കുഴപ്പമില്ല. ഇങ്ങനെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നേരെ നമ്മുടെ ഗ്രീൻ പീസ് കറിയിലേക്ക് എടുത്ത് മറിക്കുക കേട്ടോ. ഇതുപോലെ അങ്ങ് മറിക്കുക. എന്നിട്ട് അവനെയും കൂടെ കലക്കി കൂട്ടി മിക്സ് ചെയ്യുക. എൻ്റെ ചങ്ങാതി നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഈ സാധനം രാവിലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയാം. സാധനം വേറെ ലെവലാണ്. 5 മിനിറ്റ് പോലും വേണ്ട ഈ സാധനം ഉണ്ടാക്കാൻ. കട്ടേന്ന് പറഞ്ഞാൽ നമുക്ക് സാധനം ഉണ്ടാക്കി പൊളിച്ചെടുക്കാം. അല്ല അപ്പത്തിലൂടെ ദോശയോടെ ഇഡ്ഡലിയോടെ കഴിക്കുക. ഈ സാധനം മതി, വേറെ ഒരു കറിയും വേണ്ട വീട്ടിൽ. പിള്ളേർക്കൊക്കെ നല്ല ചപ്പാത്തിയോടെയൊക്കെ വെച്ച് കൊടുക്കുക. പിള്ളേർ നല്ല ഒരു 5-6 ചപ്പാത്തി അങ്ങ് തകർത്തടിച്ചങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് നമുക്ക് അടുത്ത കലാപരിപാടിയാണ് ഇവന് വേണ്ട അപ്പം കൂടെ അങ്ങ് ഉണ്ടാക്കാം. ആദ്യം തന്നെ നല്ല സൂപ്പർ മാവെടുത്ത് അപ്പച്ചട്ടിയിലേക്ക് ഒരു ഇടിയിൽ എന്നിട്ടൊരു കറക്കിയ ശേഷം അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അപ്പം റെഡി. നല്ല സോഫ്റ്റായിട്ടും ക്രിസ്പി ആയിട്ടും കിട്ടുന്ന അപ്പം. എന്നിട്ട് ഈ അപ്പത്തിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറി എടുത്തൊരു മറിക്കുക. എന്നിട്ട് എൻ്റെ ചങ്ങാതിമാരെ ഒന്നും നോക്കല, കണ്ണടച്ചൊരു പീസ് എടുത്ത് നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഞാനൊരു പിടുത്തങ്ങ് പിടിക്കാൻ പോകും. ഒരു രക്ഷയില്ല. കൊതി വന്നിട്ട് എനിക്ക് രക്ഷയില്ല. എന്നായാലും ഞാനൊരു പിടുത്തം പിടിക്കാം. ഇതൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കി അങ്ങ് താർക്ക്. അധികം സമയമൊന്നും വേണ്ട, അധികം നേരമൊന്നും വേണ്ട. തകർത്തങ്ങ് പൊളിച്ചെടുക്കുക. എന്നിട്ട് അപ്പമോ ചപ്പാത്തിയോ ദോശയോ ഇഡ്ഡലി എന്താണെന്ന് വെച്ചങ്ങ് ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതിമാർ.